ഹേ ഹലോ ഗൈസ്, അപ്പം നമ്മളിന്ന് ഒരു ആഫ്റ്റർ എഫക്ട്സിൻ്റെ ബിഗിനേഴ്സ് ട്യൂട്ടോറിയലാണ് ഗൈസ് ചെയ്യുന്നത്. ആൻഡ് ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ കാര്യം ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ചാനൽ ആഫ്റ്റർ എഫക്ട്സിൻ്റെ ട്യൂട്ടോറിയൽസ് ആണ് ഗൈസ്. അപ്പം മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന എഡിറ്റ്സ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടല്ലോ ഗൈസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽസ് ആയിട്ടാണ് നമ്മൾ വരണത്. ആൻഡ് ഇന്ന് നമുക്ക് ബിഗിനേഴ്സ് ട്യൂട്ടോറിയലായിട്ട് നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെയാണ് ഗൈസ് പറയുന്നത്. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആഫ്റ്റർ എഫക്ട്സ് എൻ്റെ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരു ന്യൂ കോമ്പോസിഷൻ കാണാം. അപ്പോൾ നമുക്ക് ന്യൂ കോമ്പോസിഷനാണ് വേണ്ടത്. അതിൻ്റെ മുമ്പേ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടോപ്പ് കോർണർ നമുക്ക് ഫയലെന്ന് കാണാം. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമേജോ എന്തെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഗൈസ് നോക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഇമ്പോർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ ന്യൂ അല്ല ഞാൻ കണ്ടത്. ന്യൂ എന്ന് വെച്ചാൽ പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ആയി വരത്തേ ഉള്ളൂ. അതിന് വരെ നിങ്ങൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇമ്പോർട്ട് ചെന്നിട്ട് ഫയലിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരണേ. ആൻഡ് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പം ഏതൊരു എഫക്ട്സും അല്ലെങ്കിൽ ഏതൊരു എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഗൈസ് നിങ്ങൾ പ്രീ കമ്പോസ് ചെയ്യണം. അപ്പം പ്രീ കമ്പോസ് എന്ന് പറയുമ്പം നമ്മൾ ഇതാണ് നിങ്ങളുടെ ഈ താഴെ കാണുന്നതാണ് നിങ്ങളുടെ ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ടൈം ലൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ടൈം ലൈനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രീ കമ്പോസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അത് പ്രീ കമ്പോസ് എന്ന് കണ്ട മാസ്ക്. അപ്പോൾ ഈ ഒരു ലെയറിൽ ലാസ്റ്റൊക്കെ വരും ക്യാമറയുടെ തൊട്ട് പ്രീ കമ്പോസ് കാണും. പ്രീ കമ്പോസ് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയുമ്പം ഈ രണ്ട് ഓപ്ഷൻ ഓൺ ആയിരിക്കണം ഗൈസ്. അപ്പോൾ ഈ രണ്ടെണ്ണം ശ്രദ്ധിക്കണം. ഈ രണ്ടെണ്ണം എപ്പോഴും ഓണാക്കി വെക്കുക. ആൻഡ് ഓക്കെ കൊടുക്കുക ഗൈസ്. അപ്പം പ്രീ കമ്പോസ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇതായി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് പ്രീ കമ്പോസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇതൊരു ജസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി മാത്രമാണ് ഗൈസ്. അപ്പം ഒരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ഒരു അൾട്രാ ലെവൽ ആ ഒരു ലെവലിലൊരു ട്യൂട്ടോറിയലല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടില്ല നിങ്ങൾ ചെയ്യണമെന്ന് പറയുമ്പോൾ എപ്പോഴും ആദ്യം മുതൽ തുടങ്ങുക. ഒരു ബിഗിനേഴ്സ് ട്യൂട്ടോറിയൽ കണ്ട് എല്ലാം ടൂൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഇതാണ് ഗൈസ് ടെക്സ്റ്റിൻ്റെ ഒരു ടൂള്. ഇവിടെ നമ്മൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് അതിന് മുമ്പെല്ലാം നമുക്ക് റൈറ്റ് സൈഡിൽ എഫക്ട്സ് ആൻഡ് പ്രിസെറ്റ്സ് ഉണ്ടോ ഗൈസ്. ഇവിടെയാണ് നമുക്ക് എഫക്ട്സും കാര്യങ്ങളും എല്ലാം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതൊരു എഫക്ട്സും കാര്യങ്ങളും എന്ത് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിലാണ് വന്ന് ക്ലിക്ക് ചെയ്യേണ്ടത്. ആൻഡ് നിങ്ങൾക്ക് പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രീസെറ്റ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ എഡിറ്റ്സും കാര്യങ്ങളൊക്കെ സിമ്പിളാക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഞാൻ ഓരോ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രിസെറ്റ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വീഡിയോസ് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അത് നമുക്ക് അടുത്ത വീഡിയോസിലും കാര്യങ്ങളൊക്കെ പറയാം. ആൻഡ് നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പം എപ്പോഴും എഡിറ്റ് ചെയ്യുമ്പം ഈ ഒരു ക്വാർട്ടർ എന്നാണ് ഗൈസ്. ഈ ക്വാർട്ടറിലിട്ട് എപ്പോഴും എഡിറ്റ് ചെയ്യുക. ഫുള്ളൊന്നും ഇട്ട് ചെയ്യാൻ നിന്നുള്ള പ്രശ്നം വെച്ചാൽ നല്ല ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേ കൂട്ട് എപ്പോഴും നിങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സ് എടുക്കുമ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിന് പറ്റിയ ആഫ്റ്റർ എഫക്ട്സേ എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തെടുക്കുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലാതെ മെജോറിറ്റി ക്രാക്ക്ഡ് ആയിരിക്കും ഗൈസ് എടുക്കുന്നത്. അപ്പോൾ ഈ ക്രാക്ക്ഡ് എടുക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പം വൈറസും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ സൂക്ഷിക്കണം. ഇത് എൻ്റെയും ക്രാക്ക്ഡാണ്. അപ്പം വൈറസും വരും. അപ്പം വൈറസ് വരാതിരിക്കാൻ ഗെറ്റ് ഇൻ ടു PC അപ്പം അങ്ങനെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ഇൻസ്റ്റാളിങ്ങിൻ്റെ വീഡിയോ ചെയ്യാം. അതേകൂട്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അത് യൂസ് ചെയ്യുമ്പോഴും വൈഫൈയും ഇൻ്റർനെറ്റ് കണക്ഷനും യൂസ് ചെയ്യില്ല. കാരണം പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ലൈസൻസും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചോദിച്ച് പണി കിട്ടാൻ എനിക്ക് ഒത്തിരി തവണ കിട്ടിയിട്ടുണ്ട്. അതേകൂട്ട് തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോഴെപ്പോഴും ക്വാർട്ടറിലിട്ട് ചെയ്യാവും, ലാഗ് വരാതിരിക്കാൻ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സിസ്റ്റത്തിന് പറ്റിയ ആഫ്റ്റർ എഫക്ട്സ് എടുക്കാവൂ. സിസ്റ്റം റിക്വയർമെൻറ്റ്സ് എല്ലാം കാണും നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴും. അതേ കൂട്ട് തന്നെ മീഡിയ എൻകൗണ്ടർ വേണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മീഡിയ എൻകൗണ്ടർ വേണം. അതായത് ഫയലിൽ പോവുക, ഇവിടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞുണ്ട്. എക്സ്പോർട്ടിൽ നിങ്ങൾക്ക് അഡോബ് മീഡിയ എൻകൗണ്ടർ കാണുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഉള്ളതുകൊണ്ടാണ് അഡോബ് മീഡിയ എൻകൗണ്ടർ കാണുന്നത്. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ടേക്കുക. അതുള്ളതിനാണ് നല്ലത്. ആൻഡ് ഇതിപ്പം ടെക്സ്റ്റിൻ്റെ ഇത് തോന്നല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താണ് ഗൈസ്? ഓക്കെ, നിങ്ങൾക്ക് ഇനിയും കുറച്ച് കീസ് അല്ലെങ്കിൽ എളുപ്പമുള്ള നമ്മുടെ കീബോർഡിലെ കീസൊക്കെ ഉണ്ടല്ലോ, അത് വെച്ച് ഉണ്ട്. അപ്പം ഷോർട്ട് കട്ട്സ്. അപ്പം നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒപ്പാസിറ്റിയാണ് ഗൈസ് വരുന്നത്. ഒപ്പാസിറ്റി നിങ്ങൾക്ക് എന്താണെന്ന് അറിയാമല്ലോ. ഇങ്ങനെ ഈ സംഭവമാണ് ഒപ്പോസിറ്റി. അതാണ് ഒപ്പോസിറ്റി. അപ്പം പിന്നെ ഇത് നിങ്ങൾ സൗണ്ട് ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സൗണ്ടിൻ്റെ വേവ് ഫോം ഒക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഞെക്കിയാൽ മതി. അപ്പോൾ അവിടെ ഒന്നുകൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഈ സൗണ്ട്. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങൾക്ക് ബീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ആൻഡ് അടുത്തെന്ന് പറയുമ്പം ആങ്കർ ഉണ്ടല്ലോ, ആങ്കർ പോയിൻ്റ് ഉണ്ട് ഗൈസ്. അപ്പം ഇതിൻ്റെയൊക്കെ നമുക്ക് ഫുൾ ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ പാർട്ടുമായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ സ്കെയിൽ ആങ്കർ A ആണ്, സ്കെയിൽ S ആണ്. ഓക്കെ ഗൈസ്, അപ്പം
പിന്നെ ഇതൊക്കെയാണ് ഷോർട്ട് കട്ട്സ്. ആൻഡ് പിന്നെന്താണ് ഗൈസ്, പിന്നെ ഇവിടെ എഫക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓഡിയോ റൈറ്റ് സൈഡിൽ ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ എന്താണ് ഇതിൻ്റെ ഓഡിയോ ലെവൽ, അപ്പോൾ ഇതിനെ കീ ഫ്രെയിംസ് എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് എല്ലി ഞെക്കിയിട്ട് ഓഡിയോ ലെവൽസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഓഡിയോ ലെവൽസ് ഫസ്റ്റ് കീ ഫ്രെയിം എനേബിൾ ചെയ്യുക ആൻഡ് സെക്കൻഡ് അങ്ങോട്ട് മാറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് വെക്കുക. അടുത്ത കീ ഫ്രെയിം ഈ ലെഫ്റ്റ് സൈഡിൽ എൻ്റെ മൗസ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ചോണം, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു കീ ഫ്രെയിം ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിലോട്ട് കുറയ്ക്കാൻ പറ്റും, റൈറ്റ് സൈഡിലോട്ട് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് കീബോർഡിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഗൈസ്. ഇവിടെ നിങ്ങൾക്ക് ഞെക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കീബോർഡിലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് ECs എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട് ഗൈസ്. അപ്പം ECs ചെയ്യണമെങ്കിൽ നിങ്ങൾ F9 ഞെക്കണം. ഇത് എന്താണ് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക മൗസിൽ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഗൈസ് ഈ കീ ഫ്രെയിമിൽ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ F9 ഞെക്കുമ്പോൾ ഇത് ECs ആവും. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫും കാര്യങ്ങളൊക്കെ എനേബിൾ ചെയ്യണമെങ്കിൽ ഞാൻ ഗൈസ് ഇത് വേറൊരു ഗ്രാഫാണ് എടുത്തിട്ടേക്കുന്നത്. അതായത് വർക്ക് സ്പേസിലല്ലോ എക്സ്റ്റൻഷനിൽ പോയിട്ട് ഫ്ലോ എന്ന് പറയുന്നൊരു സംഭവം എടുത്തിട്ടേക്കുന്നത്. ഇത് എടുത്തിടുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഗൈസ് നമുക്ക് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ ഈ ഫ്ലോ എടുത്തിട്ടേക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഫ്ലോസിൻ്റെയും പ്ലഗിൻസും അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് നിങ്ങൾക്ക് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് വേണം ഗൈസ്. അപ്പോൾ എന്നാലേ നിങ്ങൾക്ക് എഡിറ്റ്സും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ എല്ലാ പ്ലഗിൻസിൻ്റെയും ഇൻസ്റ്റാളേഷൻ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം വേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സഫ്റ്റ്വെയറിൻ്റെ പ്ലഗിൻസ് വേണം, എന്നാലേ നിങ്ങൾക്ക് ഷെയ്ക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. അതേകൂട്ട് തന്നെ BCC പിന്നെ നമ്മുടെ കുറേ ഉണ്ടായിരുന്നു ഗൈസ്, ഞാൻ മറന്നുപോയി. BCC ഉണ്ട്, സഫ്റ്റ്വെയർ ഉണ്ട്. അതേകൂട്ട് തന്നെ ടെക്സ്റ്റഫിൻ്റെ ഡാർക്ക് ഗ്ലോ അങ്ങനെ കുറേ ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലഗിൻസിൻ്റെ വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് പ്ലഗിൻസ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ ഗൈസ്. ഞാൻ കാര്യം പറയാം, ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ചുമ്മാ അതായത് പ്ലെയിൻ എഡിറ്റ്സ്, അതായത് നോർമൽ എഡിറ്റ്സൊക്കെ കുഴപ്പമില്ല, എന്നാലും നല്ലൊരു എഡിറ്റ്സൊക്കെ വേണമെങ്കിൽ പ്ലഗിൻസ് വേണം. ഓക്കെ, അപ്പം ഇനി എന്താണ്, ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. പിന്നെ ഇത് സ്റ്റാൻഡേർഡ് സ്മോൾ സ്ക്രീന് ഡിഫോൾട്ടിൽ തന്നെ കിടന്നോട്ടെ. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ആ ഗ്രാഫ് എടുത്തിടണം കേട്ടോ. അപ്പം ഗ്രാഫിൻ്റെ ഇൻസ്റ്റാളേഷൻ വീഡിയോ ആണെങ്കിൽ അത് ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇതാണ് ടൈം ലൈൻ സൂം ഇൻ ഉണ്ട്, സൂം ഔട്ട് ഉണ്ട്. പിന്നെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. ഡ്രാഗ് ചെയ്യുന്നതോടെ ഇപ്പം ഇത് ഇച്ചിരി ഉള്ളതുകൊണ്ടാണ് ഡ്രാഗ് ആവാത്തത്. പിന്നെന്താണ് ഗൈസ് ഇവിടെ വേറെ ഇപ്പം ഒന്നും അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, നമുക്കപ്പോൾ എഡിറ്റ്സിൻ്റെ ട്യൂട്ടോറിയൽസ് ആയിരിക്കും നമ്മൾ ഈ ചാനലിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നമ്മളത് ഇടുന്നതായിരിക്കും. നമ്മൾ നെക്സ്റ്റ് വീഡിയോ ടെക്സ്റ്റ് എഫക്റ്റ് എന്തെങ്കിലും നമുക്ക് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ് ഗൈസ്, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഇതൊക്കെയാണ് അത്യാവശ്യം ബിഗിനേഴ്സ് ലെവലിന് അത്യാവശ്യം മനസ്സിലാവുന്നത്. ഗൈസ്, ഇതാണ് പേരൻ്റ് എന്ന് പറയുന്ന ടൂള് ഗൈസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഡീറ്റെയിൽ എന്താണ് പേരൻറ്റും ഇതൊക്കെ സംഭവം. ഓക്കെ, നമ്മുടെ കീ ഫ്രെയിംസ് പിന്നെന്താണ് നമ്മുടെ ടെക്സ്റ്റ് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് പോയല്ലോ, ഡിലീറ്റ് നമുക്ക് പുതിയൊരു ടെക്സ്റ്റ് എടുക്കാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ അടിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ എൻ്റെ പ്രീസെറ്റ്സ് ഉണ്ട് ഈ ടെക്സ്റ്റിൻ്റെ, ഞാൻ നോക്കട്ടെ. ലെറ്റർ ടെക്സ്റ്റ്. ഓക്കെ ഗൈസ്, ഒന്ന് ഇട്ട് നോക്കാം എന്താവും നോക്കട്ടെ. ഓക്കെ ഗൈസ്, ഇതിങ്ങനെയാണ് വന്നത്. ഓക്കെ, ഇതാണ് ഞാൻ സൂം ചെയ്യാൻ നോക്കാം. ഓക്കെ, കണ്ടു ഈ ഒരു എഫക്റ്റ്. അപ്പം ഗൈസ്, അപ്പോൾ ഇതേ കൂടി നമുക്ക് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ വന്ന് സെറ്റാക്കുന്നതായിരിക്കും. ആൻഡ് പിന്നെ നിങ്ങൾ കട്ടിങ്, ഗൈസ്, അപ്പോൾ ഒരു മേജർ കാര്യം ഉണ്ടായിരുന്നു കട്ടിങ്. ആൻഡ് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൺട്രോൾ D ഞെക്കുക. കൺട്രോൾ D ഡ്യൂപ്ലിക്കേറ്റ് ആണ്. സോ ഗൈസ്, അപ്പം ഒരു ക്ലിപ്പ്, അതായത് ഇപ്പം ഇത് ടെക്സ്റ്റിൻ്റെ ക്ലിപ്പാണ് ആൻഡ് ഇത് നമ്മുടെ ക്ലിപ്പ്. അപ്പോൾ ഈ ക്ലിപ്പ് കട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൺട്രോൾ ഞെക്കുക, ഷിഫ്റ്റ് ഞെക്കുക, D ഞെക്കുക. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ക്ലിപ്പ് കട്ടായി കിട്ടും, അതായത് സ്പ്ലിറ്റായി കിട്ടും. ആൻഡ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഈ കാണുന്ന കുറേ ടൂൾസ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മോഷൻ ബ്ലർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഓക്കെ, മോഷൻ ബ്ലർ കണ്ടോ. ഈ മോഷൻ ബ്ലർ അതായത് നിങ്ങളുടെ എഡിറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ട് പിന്നെ ഗുണമെന്ന് വെച്ചാൽ കുറച്ച് സ്മൂത്തായി കിട്ടും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മോഷൻ ബ്ലർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്രയും ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ റൈറ്റ് ക്ലിക്ക്, അതായത് ഈ ഒരു ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിൽ വന്നിട്ട്
ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ടൈം ലൈനിൽ പോകില്ല, ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കോളംസിൽ നിങ്ങൾക്ക് ഇവിടെ ഇത്ര എനേബിൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ എനേബിൾ ചെയ്യാൻ ഡിസേബിൾ ചെയ്യാം. ഇപ്പം ഒരെണ്ണം ഡിസേബിൾ ആക്കി കണ്ടോ പോയി, അത് അവിടെ നിന്ന് പോകും. നിങ്ങൾക്ക് അത് ഞാനിപ്പം മോഡ്സാണ് ഡിസേബിൾ ചെയ്തപ്പോൾ ഞാൻ എനേബിൾ ചെയ്തപ്പം വീണ്ടും അത് വന്നു. ഇതാണ് മോഷൻ ബ്ലർ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് എപ്പോഴും എനേബിൾ ചെയ്തിട്ടേക്കാം. ഓക്കെ, കട്ട് ചെയ്യുന്നത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പം എനിക്ക് ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം അത്യാവശ്യം ഞാൻ പറഞ്ഞെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ ഇവിടെ വിൻഡോസിൽ നമ്മൾ എക്സ്റ്റൻഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്, അതിനകത്ത് ഫ്ലോസും നമ്മുടെ എന്താണ് ഗ്രാഫും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ ലെയർ കോമ്പോസിഷൻ എടുക്കാൻ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ചില സമയത്ത് ഗൈസ് അപ്പോൾ ശരിയായിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് ഇപ്പം നിങ്ങളൊരു കോമ്പോസിഷൻ സെറ്റ് ചെയ്യണം ഗൈസ് എപ്പോഴും. അതായത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിൽ എന്തിനും ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണം. കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ കൺട്രോൾ ഞെക്കിയിട്ട് കെ ഞെക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് ഓരോ പ്രീസെറ്റ് കസ്റ്റം, അത് നിങ്ങൾ ഈ വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് നിങ്ങൾ റെസൊല്യൂഷൻ, ഈ റെസൊല്യൂഷൻ കോട്ടിൽ തന്നെ നടന്നോട്ടെ. നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പം അത് കൂട്ടിയാൽ മതി. ഈ വിഡ്ത്തും ഹൈറ്റും ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിന് പലതാണ് ഗൈസ്. അപ്പം പല എഡിറ്റ്സിനും പല രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ ഈ കസ്റ്റം എന്നൊക്കെ ഉള്ളത് ഇവിടെ നിന്ന് മാറും. ആൻഡ് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് വേണമെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിൽ നമുക്കത് കറക്റ്റായിട്ട് ഏതൊക്കെ റേഷ്യോസും ഏതൊക്കെ വിഡ്ത്തും ഹൈറ്റും വേണം ഇൻസ്റ്റാഗ്രാമിന് അല്ലെങ്കിൽ യൂട്യൂബിന് നമുക്ക് എടുത്തിടാം. ആൻഡ് അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾക്കൊരു ഫ്രെയിം, അതായത് ഈ ഒരു ക്ലിപ്പ് നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും, അതായത് വേറൊരു ക്ലിപ്പ് ചേഞ്ച് ആവാതോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ക്ലിപ്പ് വേറൊരു ക്ലിപ്പ് നിങ്ങൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് നിങ്ങൾ രണ്ട് ഇതാക്കുക. അപ്പോൾ ഞാൻ ഈ ടോപ്പിൽ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം സംടൈംസ് ഈ താഴത്ത് എന്തെങ്കിലുമൊക്കെ നമ്മൾ കൈതട്ടി അങ്ങനെയൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. സോ ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ നിങ്ങൾക്ക് ലോക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്തിടുക. അപ്പോൾ ഇതൊന്നും സംഭവിക്കില്ല കേട്ടോ ഗൈസ്, നീങ്ങത്തൊന്നുമില്ല, നിങ്ങളുടെ എഫക്ട്സിനും ഒന്നും ക്ലാഷ് ആവത്തില്ല ഗൈസ്, മൊത്തത്തിൽ കുളമാകത്തില്ല. അത് നിങ്ങൾക്ക് ഒരു നല്ലൊരു ഉപകാരമുള്ളൊരു ടൂളാണ്. അതിൻ്റെ എപ്പോഴും ഒന്ന് ഓണാക്കിയിടുക. പിന്നെ ഞാൻ പറഞ്ഞ തൊട്ട് ഈ മോഷൻ ബ്ലറും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓണാക്കിയിടുക. പിന്നെ പേരൻറ്റ് ടൂള്, ടെക്സ്റ്റ്, പിന്നെ ആ കോമ്പോസിഷൻ മാർക്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. കോമ്പോസിഷൻ ഇത് നിങ്ങളെപ്പോഴും ഫുള്ളാക്കിയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ നിൽക്കാവൂ. പിന്നെ ഇവിടെ ഫയൽ നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫയലിൽ വെക്കുക. ഇവിടെ എക്സ്പോർട്ട് ഉണ്ട്. ഞാനിപ്പം ആഡ് ടു മീഡിയ എൻകൗണ്ടറിലാണ് കേസ് വെക്കുന്നത്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ മീഡിയ എൻകൗണ്ടർ ഓപ്പൺ ആവും. ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് എടുക്കുമ്പം ഒരേ വേർഷനിലുള്ള മീഡിയ എൻകൗണ്ടറും ഒരേ വേർഷനിലുള്ള ആഫ്റ്റർ എഫക്ട്സും എടുക്കാവൂ. എടുത്തില്ലെങ്കിൽ പണി കിട്ടും. അതേകൂട്ട് നിങ്ങളുടെ ആഫ്റ്റർ എഫക്ട്സിന് താങ്ങാൻ പറ്റും, അതായത് ലാപ്പിനും അല്ലെങ്കിൽ ഞങ്ങളുടെ PC-ക്ക് താങ്ങാൻ പറ്റുന്ന വേർഷൻസൊക്കെ എടുത്തിടാവും. അല്ലെങ്കിൽ പക്ക ലാഗായിരിക്കും, നിങ്ങൾക്ക് തന്നെ സുഖം ഉണ്ടാകത്തില്ല എഡിറ്റ് ചെയ്യാൻ. സോ ഗൈസ്, ഈ ഒരു ഇൻ്റർഫേസിൽ വന്ന് കിടക്കും. ഇവിടെ നിങ്ങളുടെ മാച്ച് സോഴ്സ് ബിറ്റ് റേറ്റിൽ ഇവിടെയാണ് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം ഗൈസ്. ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കും നിങ്ങളുടെ വീഡിയോ, അതായത് മീഡിയ എൻകൗണ്ടർ എടുത്തിടുക മസ്റ്റായിട്ട്. ഇവിടെ മാച്ച് സോഴ്സ് ഹൈ ബിറ്റ് റേറ്റ് ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി ഉണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ റെൻഡർ ആൽഫ അല്ലല്ലോ ഗൈസ്. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം മറന്നുപോയി ഗൈസ്. എഫക്ട്സിലല്ല, വീഡിയോയിൽ പ്രിസെറ്റ് ഇവിടെ റെൻഡർ ക്വാളിറ്റി മാക്സിമം ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ ഇത്ര ഉള്ളു ഗൈസ്. മാക്സിമം റെൻഡർ അറ്റ് മാക്സിമം എത്തിയത് തന്നെ. ഇതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോയുടെ ഇൻ്റർഫേസിൽ ഇത് നടക്കും. പിന്നെ ഈ ഒരു ഇൻ്റർഫേസിൽ മാക്സിമം റെൻഡർ ക്വാളിറ്റി ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ പ്രിവ്യൂ കാണിക്കും ഗൈസ്. ഇവിടെയാണ് പ്രിവ്യൂ കാണിക്കുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ഞെക്കിയിട്ട് ഇവിടെ ഒരു ഇത് കണ്ടോ ഗൈസ്, ഒരു ഗ്രീൻ കളറിൽ സ്റ്റാർട്ട് ക്യൂ എന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇവിടെ റിമൈനിങ് 1 minute ഗൈസ് കാണിക്കുന്നത്. ആൻഡ് ഇത്രേ ഉള്ളൂ ഗൈസ്, സിമ്പിളാണ്. ആഫ്റ്റർ എഫക്ട്സ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് ഗൈസ്. പിന്നെ പ്ലഗിൻസും കാര്യങ്ങളൊക്കെ എടുത്തിടണമെന്നേ ഉള്ളൂ. സോ ഞാൻ ഇവിടെ പോസ് ചെയ്യുകയാണ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തതാണ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്ക് ആക്കുകയാണ്. പിന്നെ ആഫ്റ്റർ എഫക്ട്സിൽ ഇത്രയൊക്കെ ഉള്ള ഗൈസ്. അതാണ് ഒരു ബിഗിനേഴ്സിന് ഉള്ള ഇത്. പിന്നെ ഇവിടെ എന്താണ് പറയാവുന്നില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ട്രാക്കറൊക്കെ നമുക്ക് പിന്നെ പറയാം ഗൈസ്. ക്യാരക്ടർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ
ടെക്സ്റ്റ് എഫക്റ്റ് ഒക്കെ മാറ്റുന്നതാണ് ഗൈസ്. ഇവിടെ റെഗുലറാണ് കിടക്കുന്നത്, സോറി റെഗുലർ അല്ലല്ലോ ഈ സംഭവം. ഇവിടെയാണ് ടെക്സ്റ്റിൻ്റെ ഓരോ ടെക്സ്റ്റിൻ്റെ ക്യാരക്ടേഴ്സ് ടെക്സ്റ്റിൻ്റെ എഫക്ട്സ് ഓരോ ടെക്സ്റ്റ് എഫക്ട്സ് എടുത്ത് തരുന്നത്. സോ അതാണ് ടെക്സ്റ്റ്. പിന്നെ ഇതൊക്കെ സൂം ചെയ്യാനുള്ളതൊന്നും അങ്ങനെ വേണ്ട ഗൈസ്. ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ എന്താണ് ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റ ആൻഡ് ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്.